അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ച് രോഗമില്ലാത്ത രോഗവിമുക്തമായ ഒരു ശരീരം കൂടി കരാട്ടെ പ്രതിരോധം ചെയ്യുന്നത്. പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമണങ്ങളും ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് യാഥാർത്ഥ്യമാണ്. ഒറ്റക്ക് നിർഭയമായി യാത്ര ചെയ്യാനും ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രയോഗിക്കാനുള്ള ഒരുപാട് ടെക്നിക്സുകളും കൂടി കരാട്ടയില്ല. ഒരു 17 രാജ്യങ്ങളിലുള്ള കുട്ടികൾ പങ്കെടുത്ത ഒരു ക്യാമ്പ് ഞാൻ കണ്ടക്ട് ചെയ്തു. ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് കോച്ചായി പങ്കെടുക്കാൻ കിട്ടിയ കേരളത്തിലെ ആദ്യ ഒരു വ്യക്തിയാണ്. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണെന്നുള്ള ഒരു ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ആരോഗ്യത്തിന് ഹാനികരം ഉണ്ടാകുന്ന പല പ്രവൃത്തികളും കുട്ടികൾ ഏർപ്പെടുന്നത്. നമ്മൾ മാതൃകയായിരിക്കണം. നമ്മൾ ആദ്യം മറ്റുള്ളവർക്ക് ഒരു അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാതൃകയായിരിക്കണം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സെൻസായി വിനോദ് കുമാർ കെ, താമസം പാറാലിൽ. അതെ, അന്ന് വീട്ടിൽ വന്നപ്പോൾ ആ ഒരു ചുമർ നിറയെ വിനോദ് കുമാറിന് കിട്ടിയ സാക്ഷ്യപത്രങ്ങൾ, മൊമെൻറ്റോസ്, തലപ്പാവുകൾ, പ്രത്യേകം ശ്രദ്ധേയമായത് തലപ്പാവാണ്. അങ്ങനെ കണ്ടപ്പോൾ ഒരു ചിത്രത്തിൽ ക്യോഷി എന്ന് കണ്ടു. എന്താണത് ക്യോഷി എന്ന് പറയുന്നത്? അതായത് കരാട്ടയിൽ ഫസ്റ്റ് ഡിഗ്രിയും സെക്കൻഡ് ഡിഗ്രിയും എടുത്തവരെ സംബായി എന്നാണ് പറയാറ്. അതെ. 3rd ഡിഗ്രിയും 4th ഡാൻ എടുത്തവരെ സെൻസി എന്ന് പറയും. അതെ. 5th ഡാൻ എടുത്തവരെ റെൻഷി എന്നും 6th ഡാൻ എടുത്തവരെ ഷിഹാൻ എന്നും 7th ഡാൻ എടുത്തവരെ യോഷി എന്നും പറയാം. ചില സ്റ്റൈലുകളിൽ ഷിഹാൻ എന്ന് പറയുന്ന 7th ഡാനെയും നമ്മൾ ഷിഹാൻ എന്ന് വിളിക്കാറ്. 8th ഡാൻ എടുത്തവരെ ഹൻഷി എന്നാണ് പറയാറ്. അങ്ങനെ ഓരോ ഡാൻ എടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു പേരാണ് അതിൻ്റെ കൂടെ ചേർക്കുന്ന പേരാണ്. അപ്പോൾ സെൻസായി വിനോദ് കുമാറിന് ക്യോഷി പദവി കൂടി ലഭിച്ചിട്ടുണ്ട്. അതെ അല്ലേ? അതെ. അപ്പോൾ ഈ സെൻസായി എന്ന പേരിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന ആ വാക്കുണ്ടല്ലോ, അതെ, അതും ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതെ, 3rd ഡിഗ്രി എടുത്തവരെയാണ് സെൻസി എന്ന് പറയുന്നത്. മിനിമം നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് ക്വാളിഫിക്കേഷൻ 3rd ഡിഗ്രി എടുത്തവർക്കാണ് പഠിപ്പിക്കാനുള്ള ഒരു അംഗീകാരം കിട്ടുന്നത്. ഒരു എങ്കിൽ കൂടി 8th ഡിഗ്രി എടുത്തവരെയും സെൻസി എന്ന് പറയും. വിളിക്കുന്നതിൽ തെറ്റില്ല. കാരണം സെൻസി എന്ന് പറയുന്നത് ടീച്ചറാണ്. അതായത് നമ്മളൊരു BEd എടുത്ത പോലെ പഠിപ്പിക്കാനുള്ള അർഹതയും അതുപോലെ തന്നെ ടീച്ചർ എന്നൊരു പദവിയാണ് സെൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധ്യാപന രംഗത്ത്, അതായത് കരാത്തെ അഭ്യസിച്ചു ആദ്യം, അതിനുശേഷം പഠിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ നേടിയ ഒരു വിദ്യ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തുടങ്ങി. ഏതാണ്ട് എത്ര വർഷമായി താങ്കൾ ഈ രംഗത്ത്? ഇപ്പോൾ 1986 ഞാൻ സ്വന്തമായിട്ട് കരാട്ടെ ക്ലാസ് എടുത്തത്. ഇപ്പോൾ ഏകദേശം 40 വർഷത്തോളമായി കരാട്ടെ ഇൻസ്ട്രക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. എവിടെയാണ് സ്ഥാപനം താങ്കളുടെ? മുഖ്യ സ്ഥാപനം പല സ്ഥാപനങ്ങളുണ്ടെന്ന് അറിയാം. പാറാൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊച്ചു പ്രദേശത്തു നിന്നാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. പൊതുവാച്ചേരി ഈസ്റ്റ് UP സ്കൂൾ എന്ന് പറയും. ഞാൻ പഠിച്ച സ്കൂളാണത്. അതെ, ഞാൻ കരാട്ടെ പഠിപ്പിക്കാൻ തുടങ്ങിയ സ്കൂളുമാണ്. ബാലൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഗുരുവിൻ്റെ കീഴിലായിരുന്നു ആദ്യം കരാത്തെ പരിശീലനം തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അണ്ടറിലായിരുന്നു ആദ്യം ക്ലാസ് എടുത്തത്, ബാലൻ മാസ്റ്റർ അണ്ടർ. പിന്നീട് ഇന്ന് കേരളത്തിൽ കണ്ണൂർ ജില്ലയിലോ മാഹിയിലോ ഒതുങ്ങി നിൽക്കാതെ കേരളത്തിൻ്റെ പല ജില്ലകളിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇങ്ങനെ താങ്കളുടെ നേതൃത്വത്തിൽ മറ്റ് ശിക്ഷകരും ഉണ്ടാവില്ലേ? അതിനെ തീർച്ചയായിട്ടും ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ പ്രദേശത്ത് ഓരോ ഡോജോ ഉണ്ടാവും. ഡോജോ മീനിങ് ക്ലാസ് കരാത്തെ. അവിടെ അതാത് സ്ഥലത്ത് ഓരോ ഇൻസ്ട്രക്ടർമാർ ഇൻചാർജ് ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഗുരുസ്മരണ ആവശ്യമാണല്ലോ. അതെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ബാലൻ ഗുരുക്കളാണ് ആദ്യം പഠിപ്പിച്ചത്. അതെ. പിന്നെ താങ്കളെ പഠിപ്പിച്ച മറ്റു ഗുരുക്കന്മാർ, അതായത് വളരെ പ്രശസ്തരായ വിദേശത്തും പ്രദേശത്തുമുള്ള ആൾക്കാരുണ്ടാവും. ആരൊക്കെയാണ് താങ്കൾ ഓർമ്മിക്കുന്ന ഗുരുക്കന്മാർ? ഒരുപാട് കരാട്ടെ ആചാര്യന്മാർ എനിക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. കരുണാകരൻ സെൻസായി, വർഗീസ് സെൻസായി, സത്യജിത് ചൗധരി സെൻസി, അതുപോലെ തന്നെ കൽപേഷ് മഹ്വാന സെൻസി. വേൾഡിൽ നിന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഷോട്ടോക്കാനിലെ കരാട്ടെ മാസ്റ്റർ ആയിട്ടുള്ള സെൻസി ഇട്ടോഷി കസുയ, 9th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ഫ്രം ജപ്പാൻ. സെൻസി മസായ കൊഹാമ, 9th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ജപ്പാൻ. സ്പെയിനിലുള്ള ബിലോഫോ മിമോന, അതുപോലെ തന്നെ സെൻസായി. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കരാത്തെ അണ്ടറിൽ പരിശീലിക്കുന്നത് ജപ്പാനിലുള്ള തെക്കൈ നനാഗോഷി സെൻസി. അങ്ങനെ ഒട്ടനവധി വേൾഡിൽ അറിയപ്പെടുന്ന കരാത്തെ മാസ്റ്റർമാരിൽ നിന്നും ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭമായിട്ട് അറിയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ഞാൻ കരാത്തെ പരിശീലിച്ചു. അപ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു? തീർച്ചയായിട്ടും.
പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ താങ്കൾ ഈ കരാട്ടയിലെ വകഭേദങ്ങൾ എന്ന് പറയുന്നില്ല, വ്യത്യസ്ത കാര്യങ്ങൾ. ഇപ്പോൾ ഈ കളരിയിലാണെങ്കിൽ വടക്കൻ കളരി, തെക്കൻ ശൈലി എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ കുറേ ഉണ്ടല്ലോ. താങ്കൾ ഷോട്ടോക്കാൻ അത് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാം. അത് ഞാൻ ശരിക്കും ഷോട്ടോക്കാൻ എന്ന് പറഞ്ഞ സ്റ്റൈലിലാണ് ഇപ്പോൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് ബെൽറ്റ് എടുത്തത് ഗോജോറിയോ എന്ന് പറഞ്ഞ സ്റ്റൈലാണ്. ഷോട്ടോക്കാൻ, വഡോറിയോ, ഗോജോറിയോ, ഷിട്ടോറിയോ, അങ്ങനെയുള്ള ഒരുപാട് സ്റ്റൈലുകൾ, ഷോറിൻഡ്യൂ, ഇതൊക്കെ ഞാൻ കുറച്ചെങ്കിലും പരിശീലനം നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കരാത്തെ കൂടാത്ത ആയോധന കലകൾ, അതായത് ഇന്ത്യൻ മാർഷൽ ആർട്സുള്ള മണിപ്പൂർ മാർഷൽ ആർട്സ് താങ്ത, അതിൻ്റെ നേഷൻ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് പങ്കെടുത്ത് മെഡൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ആയോധന കലകൾ, കുംഫു, അതുപോലെ തന്നെ തൈക്കണ്ടോ, തായ്ചി, കുബുഡോ, ഇങ്ങനെയുള്ള ഒരുപാട് മാർഷൽ ആർട്സ് കൂടി എനിക്ക് സ്വായത്തക്കാൻ കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ കഴിയും. എന്തൊക്കെയാണ് ഈ ആയോധന കല, പ്രത്യേകിച്ച് കരാത്തെ പഠിക്കുന്നതിനുള്ള ഗുണങ്ങൾ? അതിൻ്റെ പരിശീലന രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഗുണങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാകും. കാരണം കരാത്തയിൽ ആദ്യം പരിശീലിക്കുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ പരിശീലിക്കുന്നതോടുകൂടി നമുക്ക് കൂടുതൽ ഏകാഗ്രത കിട്ടുന്നത്, മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നത്, അതുപോലെ തന്നെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പഠന നിലവാരം ഉയർത്തുന്നത്, മെമ്മറി പവർ വർദ്ധിക്കുന്നത്, ഇതിനൊക്കെ ഗുണകരമാവുന്ന ഒരു ശീലമാണ് മെഡിറ്റേഷൻ. അത് കഴിഞ്ഞാൽ ചിട്ടയായ വ്യായാമങ്ങളുണ്ട് കരാട്ടയിൽ. വളരെ ശാസ്ത്രീയമായ രീതി, പരമ്പരാഗതമായ രീതിയിൽ ചെയ്തു വരുന്ന വ്യായാമങ്ങൾ. ഈ വ്യായാമം ചെയ്തതോടുകൂടിയിട്ട് പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. ഈ ശരീരത്തിന് ഏത് ദിശയിലേക്ക് അനായാസേന ചലിപ്പിക്കാനുള്ള കഴിയും. പ്രതിരോധ ശേഷി കുറയുന്നതാണ് നമുക്ക് പല അസുഖങ്ങളും നമ്മൾ തേടിയെത്തുന്നത്. ഇപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ച് രോഗവിമുക്തമായ ഒരു ശരീരം കൂടി കരാട്ടെ പ്രതികാരം ചെയ്യുന്നത്. ആരോഗ്യമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള കരുത്ത് നേടാൻ കരാട്ടെ പ്രധാനമായും പങ്കുവഹിക്കുന്നുണ്ട്. അതിൻ്റെ കൂടിയാണ് മാർഷൽ ആർട്സിൻ്റെ അകത്ത് ഈ സെൽഫ് ഡിഫെൻസ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. സെൽഫ് ഡിഫെൻസ് പഠിക്കുന്നതോടുകൂടി മെൻ്റൽ പവർ വർദ്ധിക്കും. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, ഒറ്റക്ക് നിർഭയമായി യാത്ര ചെയ്യാനും സഞ്ചരിക്കുവാനും അതുപോലെ തന്നെ ഏത് പ്രതിസന്ധികളെ അതിജീവിക്കാനും ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രയോഗിക്കാനുള്ള ഒരുപാട് ടെക്നിക്സുകളും കൂടി കരാട്ടയുണ്ട്. അപ്പം ധ്യാനം, ശാസ്ത്രീയമായ വ്യായാമം, സ്വയം രക്ഷ, അതൊക്കെ അടങ്ങിയിട്ടുള്ള വളരെ തത്വാധിഷ്ഠിത പരിശീലന ക്രമമുള്ള ഒരു മാർഷൽ ആർട്ട്, ആയോധന കലയാണ് യഥാർത്ഥത്തിൽ കരാട്ടെ. ഇപ്പോൾ ഈ സ്ത്രീകളൊക്കെ, കുട്ടികളായാലും സ്ത്രീകളൊക്കെ ഇത് പഠിക്കുന്നത് വളരെ ഗുണകരമാണ് എന്ന് പറയാറുണ്ട്. താങ്കൾ പഠിപ്പിക്കുന്നതിൽ ഏതാണ്ടൊക്കെ എണ്ണം പരിഗണിക്കുമ്പോൾ ഇപ്പോൾ വനിതകൾ, പെൺകുട്ടികൾ ഒക്കെ എണ്ണം കൂടി വരുന്നുണ്ടോ? പിന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥി ഗേൾസാണ് കരാട്ടയിൻ്റെ അകത്ത് വരുന്നത്. പ്രത്യേകിച്ച് മാഹി പോലെയുള്ള ഗവൺമെൻറ് സ്കൂളുകളിലെല്ലാം തന്നെ പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലനം അല്ലെങ്കിൽ ആയോധന കലാ പരിശീലനം എത്രയോ വർഷങ്ങളായിട്ട് ഗവൺമെൻറ് തലങ്ങളിൽ തന്നെ നൽകുന്നു. പെൺകുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടി വരികയാണ് യാഥാർത്ഥ്യമാണ്. പെൺകുട്ടികൾ മാർഷൽ ആർട്സ് പഠിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ഏതാണ്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് കുടുംബവും ഈ കരാത്തയുടെ പാതയിലുണ്ട് എന്നാണ്. അതെ അല്ലേ? ഭാര്യയുടെ പേര് സരിത. അവർ കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? അതെ അവർ യെല്ലോ ബെൽറ്റ് ആണ്. നാട്ടിൽ പൊതുവെ നമ്മൾ അറിയപ്പെടുന്നത് ഒരു കരാത്തെ കുടുംബമായിട്ടാണ്. കാരണം മകള് കരാട്ടേൻ്റെ അകത്ത് 4th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. മകൻ 3rd ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ആണ്. മകള് ഗാന വിനോദ്, മകൻ ജിയോൺ വിനോദ്. സെൻസായി വിനോദ് കുമാറിന്റെ കരാത്തെ രംഗത്തുള്ള ഈ ശോഭയോടുള്ള നിലനിൽപ്പ്, അതിന്റെ തുടർച്ചയ്ക്ക് ഒരുപക്ഷെ കുടുംബത്തിന്റെ താല്പര്യവും പിന്തുണയും പ്രചോദിപ്പിക്കുന്നു. അതെ, നമുക്ക് അങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. കാരണം പഴയ കാലഘട്ടത്തിൽ വലിയൊരു സാമ്പത്തികമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയാണ്. കരാട്ടയിൽ എന്തെങ്കിലും ഒരു തിരി കത്തും അല്ലെങ്കിൽ ഒരു വെളിച്ചം വരും എന്നുള്ള രീതിയിൽ നമ്മൾ കാത്തിരിക്കണം. ഇതാണ് നമുക്ക് കുറച്ച് ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട്. പഴയ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ല. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേരൊക്കെ താങ്കൾ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നറിയാം. അച്ഛൻ, അമ്മ, താങ്കളുടെ കുടുംബം ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. നമ്മുടെ 7 മക്കളാണ് ശരിക്കും അച്ഛനും മക്കളും. അച്ഛൻ ഗോപി മേസ്ത്രി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജോലി ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു, നിർമ്മാണ മേഖലയായിരുന്നു. അപ്പോൾ അതുകൂടാതെ കളരിയും കൂടിയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മാധവി എന്ന് പറയും. ഈ വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമുള്ളവർ പഠിക്കാൻ എത്തുന്നുണ്ടോ നമ്മുടെ? തീർച്ചയായിട്ടും. ഇന്നലെ ഒരു എക്സാം അറ്റൻഡ് ചെയ്തത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനൊരു
65 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എലോ ബെൽറ്റ് എക്സാം 65 വയസ്സ് 65 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കരാട്ടയിൽ ഏജ് ലിമിറ്റഡ് ഇല്ല, ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ്. ചെറിയ പ്രായം, എത്ര പ്രായം മുതൽ തുടങ്ങാം? ശരിക്കും പറഞ്ഞാൽ 7 വയസ്സ് മുതൽ തുടങ്ങാം. മുന്നേ തന്നെ തുടങ്ങുന്നവരുണ്ട്. ഇപ്പോൾ 7 വയസ്സ് മുതൽ നമ്മൾ വടക്കമ്പാട്ട് തന്നെ പറയാറുണ്ട്, ഉണ്ണിക്ക് 7 വയസ്സ് കഴിഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണും കാതും ഉറക്കുക അല്ല നമ്മുടെ ശരീരത്തിനും ബുദ്ധിയിലെ ഒരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 7 വയസ്സ് മുതൽ തുടങ്ങാം. ഇപ്പോൾ 65 വയസ്സുള്ള ആളുകൾ ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ ചെറിയ കുട്ടികളുണ്ട്, കരാത്തെ കുടുംബം. ഞങ്ങളുടെ കരാത്തെ കുടുംബത്തിൽ ചെറിയ കുട്ടികൾ മുതൽ വയോവൃദ്ധന്മാർ എന്ന് തന്നെ നമുക്ക് പറയാം, മുതിർന്ന പൗരന്മാർ അല്ലേ, 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺസ് ഉണ്ട്. അവരൊക്കെ പഠിച്ചു വരുന്നു. അവരൊക്കെ പഠിപ്പിക്കാൻ താങ്കൾക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ താങ്കൾ പഠിപ്പിച്ച ആൾക്കാർ 40 വർഷമായല്ലോ. അപ്പോൾ ആദ്യ വർഷങ്ങളിൽ താങ്കളിൽ നിന്നും ഈ കരാത്തെ അഭ്യസിച്ച ആൾക്കാർ ഇപ്പോൾ താങ്കളോടൊപ്പം അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടാവുമോ? തീർച്ചയായിട്ടും. നമ്മൾ ഈ ഒരു 40 വർഷത്തെ കാലയളവിൽ ഏകദേശം 1 ലക്ഷത്തോളം ശിഷ്യ സമ്പത്തുകളെ എനിക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല നമ്മളെ കരാട്ടെ ക്ലാസ്സിന് പരിശീലിച്ച് വിദേശ രാജ്യങ്ങളിൽ സ്വന്തമായിട്ട് കരാട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നവർ, അതുപോലെ തന്നെ കരാട്ടെ ഒരു പ്രൊഫഷണലാക്കി മാറ്റുന്നവർ, അവർ ഉപജീവന മാർഗമായിട്ട് അവർ വിദേശത്ത് പോയി സ്വന്തമായിട്ട് ക്ലാസ് ഒക്കെ ചെയ്യും. ആ ക്ലാസ്സെല്ലാം എൻ്റെ അണ്ടറിലാണ്. ഞാനാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ വർഷത്തിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പോകും. എല്ലാവരും എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇന്നും എൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. അതാണ് മറ്റൊരു വലിയൊരു സംഭവം. അപ്പോൾ വിദേശത്ത് പോലും താങ്കളിൽ നിന്നും പഠിച്ച ആ വിദ്യ നേടിക്കൊണ്ട് അഭ്യസിച്ചുകൊണ്ട് ഇപ്പോൾ അത് പഠിപ്പിക്കുന്ന ശിഷ്യരുണ്ട് അല്ലേ? ശിഷ്യരുടെ ശിഷ്യർ പ്രശിഷ്യർ എന്നാണ്. അപ്പോൾ താങ്കളുടെ നേതൃത്വത്തിൽ നടന്ന ഇത്തരം കോച്ചിങ് ക്ലാസ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ക്യാമ്പുകളെ കുറിച്ച്, അത് പരീക്ഷയാവാം പഠനമാവാം, ഉള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അത് മെയിനായിട്ട് വിദേശ രാജ്യത്ത് ഏകദേശം ഒരു 17 രാജ്യങ്ങളുള്ള കുട്ടികൾ പങ്കെടുത്ത ഒരു ക്യാമ്പ് ഞാൻ കണ്ടക്ട് ചെയ്തു. അത് വലിയൊരു അനുഭവമാണ്. എനിക്ക് വലിയൊരു അവസരമാണ് കിട്ടിയത്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷവും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത്, ഈ അടുത്ത് 2025 UAE വെച്ചിട്ട് ഏകദേശം 100-ൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുത്ത ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിച്ച വേൾഡ് കരാത്തെ ഫെഡറേഷൻ അതിൻ്റെ യൂത്ത് ലീഗ് കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കോച്ച് സെമിനാറിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും ആ കോച്ച് സെമിനാറിൽ പങ്കെടുത്ത് എനിക്ക് കോച്ചായിട്ട് ഇന്ത്യനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് കോച്ചായി പങ്കെടുക്കാൻ കിട്ടിയ കേരളത്തിലെ ആദ്യ ഒരു വ്യക്തിയാണ്. അത് ഒരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വേൾഡ് കരാത്തെ ഫെഡറേഷനിൽ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് പങ്കെടുക്കാൻ അവസരം. അത് ക്യാബിൻ്റെ ഉള്ളിൽ പോയിട്ട് പങ്കെടുത്തത്. സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ടാവും പല ആൾക്കാർ. നടന്നത് UAE വെച്ചിട്ടാണ്. അതുപോലെ ഇന്ത്യയിൽ നടന്ന സെമിനാറുകൾ ഉണ്ടാവുമല്ലോ. അതിൽ ഒട്ടനവധി ക്യാമ്പിലും സെമിനാറിലൊക്കെ ഞാൻ പങ്കെടുത്തതാണ്. പിന്നെ കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻസിൻ്റെ A ഗ്രേഡ് റഫറിയാണ്. നിഹോൻ ഷോട്ടോക്കോൺ ഷോക്കുക്കോ അതിൻ്റെ ജപ്പാൻ്റെ മെമ്പറാണ്, അതായത് ടെക്നിക്കൽ മെമ്പറാണ്. നിഹോൻ ഷോട്ടോക്കോൺ കരാത്തെ അസോസിയേഷൻ്റെ സൗത്ത് ഏഷ്യൻ ചീഫ് ഇൻസ്പെക്ടറാണ്, ടെക്നിക്കൽ മെമ്പറാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് കിട്ടി. അപ്പോൾ ഈ വഴിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറെ അംഗീകാരങ്ങൾ, ഉപഹാരങ്ങൾ, സാക്ഷ്യപത്രങ്ങൾ, പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള അംഗീകാരങ്ങൾ താങ്കൾക്ക് ഏറെ ലഭിച്ചിട്ടുണ്ട് എന്നറിയാം. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ചില അംഗീകാരങ്ങളൊന്നും എടുത്തു പറഞ്ഞു. ഓരോ അംഗീകാരവും വിലപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയ ഉപഹാരങ്ങളും അതുപോലെ തന്നെ അനുമോദനങ്ങളെല്ലാം തന്നെ വിലപ്പെട്ടതാണ്. അതിൽ അറിയപ്പെടുന്ന പല പ്രഗത്ഭ വ്യക്തികളിൽ നിന്നും എനിക്ക് ഉപഹാരങ്ങൾ കിട്ടിയിട്ട് എന്നെ അനുമോദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉള്ളപ്പോഴും എനിക്ക് എന്നെ അനുമോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോണ്ടിച്ചേരി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശ്രീ നാരായണസ്വാമി എന്ന ഉപഹാരം നൽകിയ അനുമോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോവ ഗവർണർ ആയിരിക്കുമ്പോൾ തന്നെ ശ്രീ ശ്രീധരൻ പിള്ള അദ്ദേഹം എന്നെ ഉപഹാരം നൽകിയ അനുമോദിച്ചിട്ടുണ്ട്. മന്ത്രിമാരിൽ നിന്നും കലക്ടർമാരിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഒരുപാട് പേര് എനിക്ക് ഉപകാരങ്ങൾ കിട്ടിയ അതൊക്കെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. വലിയ സാക്ഷ്യപത്രങ്ങളാണ്, സംസാരിക്കുന്ന തെളിവുകളാണ് അല്ലേ? അതെ. ഞാൻ ആ ഷോക്കേസിൽ കാണുമ്പോൾ
അപൂർവമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, നേരത്തെ ആ ഒരു പദം ചോദിച്ചല്ലോ, ക്യോഷി, അതുപോലെ തലപ്പാവ് ഒരു 3-4 തലപ്പാവുകൾ അങ്ങനെ നിരനിരയായി വെച്ചത് കണ്ടു. അതെന്തിന്റെ സൂചനയാണ്? എന്താണത്? ഇതിനൊരു സിംബോളിക്കായിട്ട് തലപ്പാവ് അണിയിക്കുന്നതാണോ? അത് 40 വർഷത്തോളമായി കരാത്തെ പരിശീലനത്തിനുള്ള ഒരു പ്രോഗ്രാം ഇവിടെ മാഹിയിൽ വെച്ച് നടക്കും. അപ്പം എൻ്റെ ശിഷ്യന്മാർ തിരുവനന്തപുരത്തുള്ള ശിഷ്യൻ, കണ്ണൂർ ജില്ലയിലെ ഒരാൾ, അതുപോലെ തന്നെ മലപ്പുറത്തുള്ള, അവരൊക്കെ എന്നെ തലപ്പാവ് അണിയിച്ചിട്ടാണ് എനിക്ക് എന്നെ അനുമോദിച്ചത്. 40 വർഷത്തോളം ഈ ഇൻസ്ട്രക്ടറായിട്ടുള്ള സേവന പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അവർ സ്നേഹപൂർവ്വം തന്നതാണ്. ഇപ്പോൾ മാഹിയിലെ സ്കൂളുകളിൽ കരാത്തെ അഭ്യസിപ്പിച്ചു എന്ന് നേരത്തെ പറഞ്ഞത് അല്ലേ? ഇപ്പോൾ കേരളത്തിലെ സ്കൂളുകളിൽ ഇത്തരം പഠനങ്ങൾക്ക് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധ്യാപകർ താല്പര്യം കൊടുക്കുന്നുണ്ടോ? കൂടുതലായി പഠിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ ചരിത്രം? കേരളത്തിൽ ഒട്ടനവധി സ്കൂളുകളിൽ കരാത്തെ ഉണ്ട്. എനിക്കൊന്ന് സ്കൂൾ മാർഷൽ ആർട്സ് ഇല്ലാത്ത സ്കൂൾ ഉണ്ടോ എന്ന് തന്നെ സംശയം. കേരളത്തിൽ കരാട്ടേനെ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ സ്കൂൾ തലങ്ങളിൽ കരാട്ടെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക്, സ്പോർട്സ് കോട്ടയൊക്കെ വരാൻ തുടങ്ങി. അപ്പം കരാട്ടേനെ നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമാണ് കേരളം പോലെയുള്ള സംസ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും മിക്ക സംസ്ഥാനങ്ങളിലും കരാട്ടേനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ശരിക്കും പാഠ്യപദ്ധതിയിൽ ഒരു UP ക്ലാസ്സുകൾ തൊട്ടെങ്കിലും കരാത്തെ ഉൾപ്പെടുത്തണം എന്ന് താങ്കൾക്കൊക്കെ സംഘടനകളൊക്കെ ഉണ്ടാവുമല്ലോ, സർക്കാരിനോട് ഇത് അഭ്യർത്ഥിക്കണം, അങ്ങനെ അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? അതെ, നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, സ്കൂളുകളിൽ ഇതിനെ ഒരു പാഠ്യ വിഷയമാക്കി വന്നു കഴിഞ്ഞാൽ കരാട്ടേൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ പേരൻസും അതുപോലെ തന്നെ സ്റ്റുഡൻസും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കരാട്ടെ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഓർമ്മ വരിക അതൊരു സെൽഫ് ഡിഫൻസ് മാത്രമല്ല തന്നെയാണ്. അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് അത് തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് തലങ്ങളിൽ ഇപ്പോൾ എല്ലാ സ്കൂളുകളും കരാട്ടെ കൊണ്ടുപോകും. നമുക്കറിയാം, മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ തന്നെ പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ പോലും വഴിതെറ്റി പോവാണ്. ആരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാകുന്നില്ല. ആരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ള സ്നേഹം കുട്ടികളിൽ വരുന്നില്ല. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണെന്നുള്ള ഒരു ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ആരോഗ്യത്തിന് ഹാനികരം ഉണ്ടാകുന്ന പല പ്രവൃത്തിയിലും കുട്ടികൾ ഏർപ്പെടുന്നത്. അപ്പോൾ അതിനെ മാറ്റിമറിക്കാനുള്ള ഒരു വലിയൊരു പരിഹാര മാർഗ്ഗമാണ് ആയോധന കലാകേന്ദ്രങ്ങൾ. അത്തരം ആയോധന കലാകേന്ദ്രങ്ങളിൽ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം കരാട്ടെ പോലെയുള്ള വ്യായാമങ്ങൾ ഉൾപ്പെടെയുള്ള അടങ്ങിയിട്ടുള്ള ആയോധന കല പരിശീലിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു ഉത്ബോധം വരികയാണ്. ആരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണെന്നുള്ളൊരു തിരിച്ചറിവ് കുട്ടികൾക്ക് വരികയും ആരോഗ്യത്തിന് ഹാനികരമാവുന്ന ഒരു പ്രവൃത്തിയിൽ പോലും കുട്ടികളെ ഏർപ്പെടും. അത് പറയാൻ പറ്റുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ 40 വർഷത്തെ പരിശീലനം കൊണ്ട് 1 ലക്ഷത്തിൽ പോലും ശിഷ്യ സമ്പത്തുകളെ വാർത്തെടുത്തപ്പോൾ തന്നെ ഒരു കുട്ടി പോലും എൻ്റെ അറിവിൽ ഒരു ക്രിമിനൽ കേസ് പ്രതിയാകുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. രണ്ടാമത്തത്, കുട്ടികൾക്ക് ഇന്നിപ്പോൾ ഈ ഇൻസ്ട്രക്ടർ ട്രെയിനിങ് കോഴ്സ് കൊടുത്തിട്ടുള്ളൂ. കുട്ടികൾക്ക് നമ്മൾ മാതൃകയായിരിക്കണം. നമ്മൾ ആദ്യം മറ്റുള്ളവർക്ക് ഒരു അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാതൃകയായിരിക്കണം. ഒരു അധ്യാപകനിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്ന അമൂല്യമായ ചില വാക്കുകളാണ് താങ്കളിപ്പോൾ സംസാരിച്ചത് പറഞ്ഞത്. കാരണം നമ്മൾ മാതൃകയായിരിക്കണം. നമ്മൾ മാതൃകയല്ലെങ്കിൽ നമുക്കത് കുട്ടികൾക്ക് ഉപദേശിക്കാൻ അർഹതയില്ല. അപ്പോൾ സ്വയം മാതൃകയായിക്കൊണ്ടാണ് താങ്കൾ പഠിപ്പിക്കുന്നത്. താങ്കളുടെ ശിഷ്യന്മാർ ആ ഒരു മൂല്യം ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ നല്ല വ്യക്തികളെ വാർത്തെടുക്കാൻ, നല്ല കുടുംബഘടന ഉണ്ടാവാൻ, നല്ല സമൂഹമുണ്ടാവാൻ, അതിൽ അനുബന്ധമായി നല്ല രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ഒക്കെ താങ്കളുടെ ശിക്ഷണവും താങ്കളുടെ രംഗവും ഉപകരിക്കുന്നു എന്നറിയുന്നത് ഏറെ ചരിതാർത്ഥ്യജനകമാണ്. അപ്പോൾ ഈ കരാത്തെ പ്രസ്ഥാനം സെൻസായി വിനോദ് കുമാറിലൂടെ അറിയപ്പെടാൻ സാധിക്കണം. കരാത്തെ പ്രസ്ഥാനത്തിലൂടെ, കരാത്തെ കലയിലൂടെ, ആയോധന കലയിലൂടെ സെൻസായി വിനോദ് കുമാറിൻ്റെ പേരും ഇനി എത്രയോ നാളുകൾ ശോഭിക്കേണ്ടതാണ്. നിങ്ങളുടെ നല്ല വാക്കുകളും ഈ രംഗത്തെ അനുഭവ പരിചയവുമൊക്കെ നമുക്ക് കൂടി, ഇത് കേൾക്കുന്ന മറ്റുള്ളവർക്കല്ല, ഇത് കാണുന്ന മറ്റുള്ളവർക്ക് മാത്രമല്ല, ഇതിൽ പങ്കെടുത്ത നമ്മൾക്ക് കൂടി ഏറെ ഉത്സാഹജനകമാണ്, പ്രചോദനപരമാണ് എന്നറിയിച്ചുകൊണ്ട് ഇത്തരം ഒരു അവസരം തന്നതിന് താങ്കളോട് നന്ദി അർപ്പിക്കുകയാണ്. നമസ്കാരം. ഇത്തരം സംവാദങ്ങളുമായി, അറിവനുഭവങ്ങളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങളോടൊപ്പം നിങ്ങളും എന്ന് ഞങ്ങൾ കരുതുന്നു. എല്ലാവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒരിക്കൽ കൂടി ഉണർത്തട്ടെ. നമസ്കാരം.